ഹായ് ഫ്രണ്ട്സ്, നമ്മളിപ്പോൾ നിൽക്കുന്നത് വരാപ്പുഴയിലാണ്. വരാപ്പുഴ പാലം ഇറങ്ങി തൊട്ടടുത്തുള്ള ബ്ലൂ ബസാർ ഷോപ്പിംഗ് വില്ലേജിന് തൊട്ട് മുന്നിലായിട്ടാണ് നിൽക്കുന്നത്. ഈ ഷോപ്പിംഗ് വില്ലേജിനുള്ളിൽ ഒരു ബേഡ്സ് പാർക്ക് വർക്ക് ചെയ്യുന്നുണ്ട്. വളരെ ഡിഫറൻ്റ് ആയിട്ടുള്ളൊരു ബേഡ്സ് പാർക്കാണെന്നാണ് അറിഞ്ഞത്. നമുക്ക് അവിടെ പോയി അവിടുത്തെ വിശേഷങ്ങളൊക്കെ ഒന്ന് കണ്ടുവരാം. ഇവിടെ കുറച്ച് കടകൾ തുറന്നിട്ടുണ്ട്, കുറച്ച് കടകളൊക്കെ അടച്ചിട്ടിരിക്കുകയാണ്. വലിയ തിരക്കൊന്നും തോന്നുന്നില്ല. ഇപ്പോൾ സമയം ഏകദേശം ഒരു 4 മണി ആയിട്ടുണ്ട്. ഇവിടെ തൊട്ടടുത്തൊരു റെസ്റ്റോറൻ്റൊക്കെ ഉണ്ട്. നമുക്ക് എന്തെങ്കിലും ഫുഡൊക്കെ എന്തെങ്കിലും കഴിക്കണമെങ്കിൽ ഇവിടെ നിന്ന് കഴിക്കാം. ഇതാണ് PQ എക്സോട്ടിക് ബേഡ്സ് പാർക്ക്. ഇവിടെ ഏകദേശം ഒരാൾക്ക് 200 രൂപയാണ് ഇപ്പോഴത്തെ റേറ്റ്. നമ്മളകത്തോട്ട് കയറുമ്പോഴത്തേക്കും അവർ നമുക്ക് ബേഡ്സിന് കൊടുക്കാനുള്ള ഫുഡ് നമ്മുടെ കയ്യിൽ തരും. ഇപ്പോൾ ബേഡ്സ് എല്ലാം കൂടി അവൻ്റെ മേത്ത് കയറി അവനെ ഫുള്ള് കവർ ചെയ്തിരിക്കുകയാണ്. നമ്മൾ ബേഡ്സിനെ പേടിയുള്ള ഒരാളാണെങ്കിൽ ഈ ഫസ്റ്റ് ടൈം ഇതിൻ്റെ അകത്തേക്ക് കയറുമ്പോൾ ഇതെല്ലാം കൂടി നമ്മുടെ മേത്തോട്ട് കയറുമ്പോൾ നമ്മുടെ പകുതി ജീവൻ പോകും. പക്ഷേ ബേഡ്സിനെ പേടിയില്ലാത്തവർക്കാണെങ്കിൽ ഇത് ശരിക്കും എൻജോയ് ചെയ്യാൻ പറ്റും. എന്ന് പറഞ്ഞ് ബേഡ്സിന് പേടിയുള്ളവർ ഇങ്ങോട്ട് വരണ്ട എന്നല്ല, വരണം. ഈ ബേഡ്സുമായിട്ട് നമ്മൾ കുറച്ച് നേരം മിങ്കിൾ ചെയ്ത് കഴിയുമ്പോഴത്തേക്കും നമുക്ക് ആ ബേഡ്സിനോടുള്ള ഒരു പേടിയൊക്കെ അങ്ങ് മാറും. ബിജോയ്ക്ക് ബേഡ്സൊക്കെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഭയങ്കര ഇൻട്രസ്റ്റ് ഉള്ള കാര്യം കേട്ടോ. ഞാനതുകൊണ്ടാണ് കൂടുതലും ബിജോയിനെ തന്നെ വിളിച്ചുകൊണ്ട് പോകുന്നത്. ഇവിടെ ഇതിൻ്റെ അകത്ത് ഇങ്ങനെ പശുക്കളിങ്ങനെ കറങ്ങിക്കൊണ്ടിരിക്കുകയാണല്ലോ. നല്ല ഭംഗിയുണ്ടല്ലോ കാണാൻ. ഇവര് രാവിലെ തൊട്ടൊന്നും കഴിക്കാത്ത പോലെയുള്ള ഭക്ഷണം കഴിക്കലാണല്ലോ. ഇവന്മാർ നല്ല കൊത്താൻ നോക്കണം. ഇത്തിരി കുറുമ്പനാണെന്ന് തോന്നുന്നു. കുറുമ്പനോ കുറുമ്പിയോ? ഈ ഇനം പക്ഷികളുടെ പേര് റെയിൻബോ ലോറിക്കാറ്റ് എന്നാണ്. ഇവിടെ മേളിലൊക്കെ ബേഡ്സ് ഇരിപ്പുണ്ട് കേട്ടോ. ഇവർക്ക് തക്കാളി പോലുള്ള എന്തോ സാധനമാണ് കഴിക്കാൻ കൊടുത്തിരിക്കാന്ന് തോന്നുന്നു. ഇവർ ഫുൾ ടൈം നമ്മുടെ മേത്ത് ഇങ്ങനെ കയറും. അത് നല്ല ഗാർഡൻ പോലെയൊക്കെ സെറ്റ് ചെയ്തിട്ടുണ്ട്. ഈ ഇനം പക്ഷികളുടെ പേര് റെഡ് ലോറി എന്നാണ്. ഈ ബേഡ്സ് പാർക്ക് ശരിക്കും ഒരു 4 സെല്ലായിട്ട് തിരിച്ചിരിക്കുകയാണ്. നമ്മളിപ്പോൾ ഫസ്റ്റ് സെല്ലിലാണ്. നമ്മൾ സെക്കൻഡ് സെല്ലിലേക്ക് കയറുകയാണ്. ഈ ബേഡ്സ് ഇങ്ങനെ റൗണ്ട് അടിച്ച് കറങ്ങുന്ന കാണാൻ നല്ല ഭംഗി കേട്ടോ. ഇവിടെ തലയിലൊക്കെ കയറിയിരിക്കുന്നുണ്ട്. സെക്കൻഡ് സെല്ലിലേക്ക് വന്നപ്പോഴും ബേഡ്സ് ഫുള്ള് കവർ ചെയ്ത് നമ്മുടെ അടുത്തോട്ട് തന്നെ വരിക.
ഈ ഇനം പക്ഷികളുടെ പേര് സൺകോർ എന്നാണ്. ഇവർക്ക് കൊടുക്കുന്ന ഫുഡ് വേറെ ഏതൊരു ടൈപ്പ് ഫുഡാട്ടോ. ഇവിടെ ഇവർ വീണ്ടും കറങ്ങുവാണ് എൻ്റെ അകത്തോടി. നല്ല രസമാട്ടോ കാണാൻ. പക്ഷെ ഇവരിങ്ങനെ കറങ്ങുമ്പോൾ നമ്മൾ പെട്ടെന്ന് വിചാരിക്കും നമ്മുടെ തലയിൽ വന്ന് ഇരിക്കുമോ എന്ന് ഓർക്കും. പക്ഷെ അങ്ങനെ ഇരിക്കത്തൊന്നുമില്ല. നല്ല രസമാട്ടോ ഈ ഗാർഡനൊക്കെ കാണാനായിട്ട്. നല്ല ഭംഗിയായിട്ട് സെറ്റ് ചെയ്തിട്ടുണ്ട്. ഇവിടെ വേറെ താഴത്ത് വേറൊരു വൈറ്റ് കളറിലുള്ള ഒരു ബേഡ്സ് ഉണ്ട്. ഈ പാത്രങ്ങളിലാണ് ഇങ്ങനെ വെള്ളം അവിടെ ഇവിടെയൊക്കെ ഇങ്ങനെ വെച്ച് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ബേഡ്സ് ആവശ്യമുള്ളപ്പോൾ ഒന്നെടുത്ത് കുടിച്ചോളൂ. ഇവർ രണ്ടുപേരും ഫ്രണ്ട്സാണ്. ഇവർ രണ്ടുപേരും ഇങ്ങനെ ഒരുമിച്ചിരിക്കുക. ഇവിടെ ശരിക്കും പിള്ളേരൊക്കെ ആയിട്ട് വരികയാണെങ്കിൽ പിള്ളേർക്കൊക്കെ ഭയങ്കര ഒരു എക്സ്പീരിയൻസ് ആയിരിക്കും ഇത്. എന്തായാലും നമ്മുടെ കൊച്ചിയിൽ ഇതുപോലത്തെ ഒരു ബേഡ്സ് പാർക്ക് പുതിയൊരു അനുഭവം തന്നെയാണ്. സാധാരണ നമ്മൾ ബേഡ്സിനെ കാണാനായിട്ട് പോയി കഴിഞ്ഞാൽ ബേഡ്സ് പലതും കൂടിൻ്റെ അകത്തായിരിക്കും. ഇവിടെ പക്ഷേ തികച്ചും വളരെ നാച്ചുറലായിട്ടാണ് ഫീൽ ചെയ്യുന്നത്. അപ്പം നമ്മൾ മൂന്നാമത്തെ സെല്ലിലേക്ക് കയറാൻ പോവുകയാണ്. ഈ സെല്ലിൻ്റെ അകത്തും ഇതേപോലെ തന്നെ ഗാർഡനൊക്കെ സെറ്റ് ചെയ്തിട്ടുണ്ട് കേട്ടോ. ഈ സെക്ഷനിലുള്ളത് മക്കാവോയാണ്. ഇവരുടെ ചുണ്ടിൻ്റെ ഡിസൈൻ കണ്ടോ, ഒരു പ്രത്യേകതരം ഡിസൈനല്ലേ. ആ ചേച്ചി റിയോ ആയിട്ട് വരുന്നുണ്ട്. ആ റിയോനെ ബിജോയുടെ ഷോൾഡറിൽ വെച്ച് കൊടുത്തിട്ടുണ്ട്. ഉപദ്രവിക്കൊന്നുമില്ലല്ലേ? ഇവർക്ക് ഫുഡായിട്ട് കൊടുക്കുന്നത് കടലയാണ്. എല്ലാ ബേഡ്സിൻ്റെയും കാലിലൊരു ബാഡ്ജിങ് പോലെ കൊടുത്തിട്ടുണ്ട്. നല്ല ഭംഗിയല്ലേ ഈ മാക്കാവോയെ കാണാൻ. ഞാൻ വീഡിയോ ഷൂട്ട് ചെയ്യുന്നതുകൊണ്ടാണോന്ന് അറിയില്ല, ഈ രണ്ടുപേരും ക്യാമറയുടെ നേരെ തന്നെ പറന്നു വരും. ഞാൻ പലപ്പോഴായിട്ട് ഞാൻ പേടിച്ചു പോയിട്ടുണ്ട് വേറെ വരവ് കണ്ടിട്ട്.
അപ്പോൾ നമ്മൾ 4ാമത്തെ സെല്ലിലേക്ക് കയറുകയാണ്. സ്നേക്കിനെ എടുക്കണമെങ്കിൽ എക്സ്ട്രാ 100 രൂപ അടക്കണം. ഇത് ആഫ്രിക്കൻ മലമ്പാമ്പെന്നാണ് പറഞ്ഞത്. ഇതിന് വിഷമൊന്നുമില്ല, അതുകൊണ്ട് പേടിക്കേണ്ട കാര്യമൊന്നുമില്ല. പക്ഷെ എന്നാലും അത് നമ്മുടെ കയ്യിലൂടെ ഇങ്ങനെ ഇഴയുമ്പോൾ നമുക്കൊരു പേടി തോന്നും. സത്യത്തിൽ എനിക്കിതിനൊക്കെ എടുക്കാൻ പേടിയായതുകൊണ്ടാണ് ഞാൻ ബിജോയിനെ കൂട്ടിക്കൊണ്ട് വന്നത്. ബിജോയ്ക്ക് പിന്നെ ഇതിനൊന്നും എടുക്കുന്നതിലൊന്നും പേടിയൊന്നുമില്ല. ഓ, അവൻ്റെ കോട്ടവായിടൽ കണ്ട. അതിവിടെ വേറൊരു ഓന്തിൻ്റെ സെക്ഷൻ ഉണ്ട് കേട്ടോ. ഇതിൻ്റെ പേരാണ് ഇഗ്വാന. കണ്ടാൽ ഭയങ്കര ഡേഞ്ചർ ലുക്കൊക്കെയാണ്, പക്ഷെ ആളൊരു പാവത്താനാണ്. അപ്പോൾ ഇത്രയൊക്കെയാണ് ഇവിടുത്തെ കാഴ്ചകൾ. വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടു എന്ന് ഞാൻ കരുതുന്നു. ഇനിയും നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണം. വീഡിയോ കണ്ട എല്ലാവർക്കും ഒരിക്കൽ കൂടി 1000 നന്ദി.